ഇന്ത്യയിൽ നിന്നും യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരച്ചുങ്കം ചുമത്തിക്കൊണ്ടുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി രാജ്യത്തിന് തിരിച്ചടിയാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഈ തീരുമാനത്തോട് സമ്മിശ്ര ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% ഇറക്കുമതി തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇത് ഇന്ത്യക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വാണിജ്യ മന്ത്രാലയം വിശകലനം ചെയ്തിരിക്കുകയാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്കാണ് ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. യുഎസിലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് ഏപ്രിൽ 5 മുതൽ 10% തീരുവ പ്രാബല്യത്തിൽ വരും. ബാക്കി 16% തീരുവ ഏപ്രിൽ 10 മുതൽ ചുമത്തി തുടങ്ങും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള നീക്കമായാണ് പകരച്ചുങ്കത്തെ ട്രംപ് വിലയിരുത്തുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്കുമേൽ ഭീമമായ തീരുവയാണ് ചുമത്തുന്നതെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം യുഎസിന് ചുമത്തുന്ന തീരുവ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാൻ ഏതെങ്കിലും രാജ്യം തയ്യാറായാൽ ആ രാജ്യത്തിനെതിരെ ചുമത്തിയിട്ടുള്ള പകരച്ചുങ്കം കുറയ്ക്കുന്ന കാര്യം ട്രംപ് ഭരണകൂടം പരിഗണിക്കുമെന്ന വ്യവസ്ഥയുണ്ടെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. ഡിസ്കൗണ്ടുള്ള പകരച്ചുങ്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇന്ത്യക്കുമേൽ തീരുവ പ്രഖ്യാപിച്ചത്. ഇത് യുഎസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇന്ത്യ ചുമത്തുന്ന 52% തീരുവയുടെ പകുതി മാത്രമാണെന്നും ഇന്ത്യ വളരെ കടുംപിടുത്തമുള്ള രാജ്യമാണെന്നും വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. യുഎസുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിനായുള്ള ചർച്ചകൾ ഇന്ത്യ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. വളരെ കാലമായി കാത്തിരുന്ന അമേരിക്കയുടെ വിമോചന ദിവസം എന്നാണ് പകരച്ചുങ്കം പ്രഖ്യാപിച്ച് 2025 ഏപ്രിൽ 2 ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ വ്യവസായം പുനർജനിച്ച ദിനം, അമേരിക്കയുടെ ഭാവി തിരിച്ചുപിടിച്ച ദിവസം, അമേരിക്ക വീണ്ടും സമ്പന്നതയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയ ദിവസം എന്നീ നിലകളിലായിരിക്കും ഈ ദിവസം എക്കാലവും ഓർമ്മിക്കപ്പെടുകയെന്നും വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ വിവിധ രാജ്യങ്ങളെക്കുറിച്ചും അവർ യുഎസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തുന്ന തീരുവയെയും കുറിച്ചും ട്രംപ് എണ്ണി പറഞ്ഞു. വർഷങ്ങളോളം മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ ക്രൂരമായി കൊള്ളയടിച്ചു. അമേരിക്കയിലെ ഉരുക്കു തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും കർഷകരും കരകൗശല വിദഗ്ധരും ഉൾപ്പെടുന്ന തൊഴിലാളി സമൂഹം ശരിക്കും കഷ്ടപ്പെട്ടു. ഇനി അത് ഉണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികൾ നമ്മുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുന്നത് യുഎസിലെ തൊഴിലാളികൾക്ക് വേദനയോടെ നോക്കി നിൽക്കേണ്ടി വന്നതായും ട്രംപ് പറയുന്നു. വിദേശ രാജ്യങ്ങളെ വിദേശ വഞ്ചകർ എന്നാണ് പ്രസംഗത്തിൽ ട്രംപ് വിശേഷിപ്പിച്ചത്. അവർ നമ്മുടെ ഫാക്ടറികൾ കൊള്ളയടിച്ചു. അവർ അമേരിക്കയുടെ മനോഹരമായ സ്വപ്നങ്ങൾ കീറിമുറിച്ചു, ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യക്ക് മേൽ 26% ഈടാക്കിയപ്പോൾ ചൈനയ്ക്ക് 34% ഇറക്കുമതി തീരുവ ഈടാക്കുമെന്ന് ട്രംപ് അറിയിച്ചു. യൂറോപ്യൻ യൂണിയൻ 20% തീരുവയും UK 10%, ജപ്പാന് 24%മാണ് തീരുവ. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള 10% ഇറക്കുമതി തീരുവയ്ക്ക് പുറമെയാണ് ഈ നിരക്ക് വരുന്നതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. 10% തീരുവ ഏപ്രിൽ 5 മുതലും രാജ്യങ്ങൾക്കുള്ള കൂടിയ തീരുവ ഏപ്രിൽ 9 പ്രാബല്യത്തിൽ വരിക. പകരച്ചുങ്കം യുഎസിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം മോദി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷേ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത് 52% തീരുവയാണ്. നമ്മൾ അത്രയും ചെയ്യുന്നില്ലെന്നും ഇന്ത്യക്ക് 26% തീരുവ മാത്രമെന്നും വാർത്താ സമ്മേളനത്തിനിടെ ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ നിന്നുള്ള അലൂമിനിയം, സ്റ്റീൽ, ഓട്ടോമൊബൈൽ ഇറക്കുമതിക്ക് യുഎസ് അധിക തീരുവ ചുമത്തിയിട്ടുണ്ട്. അമേരിക്കൻ വാഹന ഇറക്കുമതിക്ക് 2.4% മാത്രമേ തീരുവ ഈടാക്കുന്നുള്ളൂ. അതേസമയം തായ്ലൻഡ് 60%, ഇന്ത്യ 70%, വിയറ്റ്നാം 75%, മറ്റു ചിലർ അതിലും ഉയർന്ന നിരക്കും ഈടാക്കുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. വിദേശ വാഹനങ്ങൾക്ക് 25% അടിസ്ഥാന നികുതിയും ഏർപ്പെടുത്തിയിരുന്നു.